ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം കഥ കേൾക്കാം. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കട്ടെ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ശുകദൂത്. രാവണന്റെ ചാരനായ ശാർദൂലൻ യാത്രക്കിടയിൽ സാഗരതീരത്ത് വിശ്രമിക്കുന്ന വാനരപ്പടയെ കാണുവാനിടയായി. സർവ ആയുധങ്ങളുമായി എത്തിയിരിക്കുന്ന രാമലക്ഷ്മണന്മാരെയും അവൻ കണ്ടു. പിന്നെ ഒട്ടും സമയം കളയാതെ രാവണ സന്നിധിയിലെത്തി താൻ കണ്ട കാര്യങ്ങൾ ഉണർത്തിച്ചു. രാവണനാകട്ടെ അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം അതിസമർത്ഥനായ ശുകൻ എന്ന രാക്ഷസനെ സുഗ്രീവന്റെ അടുത്തേക്ക് ദൂതുമായി അയക്കാൻ തീരുമാനിച്ചു. ശുകനെ വിളിച്ച് ഈ സന്ദേശം സുഗ്രീവ സമക്ഷം എത്തിക്കുക എന്നും പറഞ്ഞു. മഹാനായ കപീശ്വര, അങ്ങ് എൻ്റെ സഹജ തുല്യനാണ്. രാമൻ്റെ ഭാര്യയെ ഞാൻ അപഹരിച്ചതിൽ അങ്ങയ്ക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. രാമനോട് കൂടി ഇറങ്ങി തിരിച്ചതിൽ അർത്ഥലാഭം പോലുമില്ല. അങ്ങ് കിഷ്കിന്ധയിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യമായിട്ടുള്ളത്. മാത്രമല്ല, ദേവന്മാർക്ക് പോലും ലങ്കയിൽ കടക്കാനുള്ള ശക്തിയില്ല. പിന്നെയാണോ കുരങ്ങുകൾക്ക്? സന്ദേശവുമായി ശുകൻ ഉടൻ തന്നെ യാത്ര തിരിച്ചു. ഒരു പക്ഷിയുടെ രൂപത്തിൽ അവൻ സുഗ്രീവന്റെ അടുത്തെത്തി ആകാശത്തു നിന്ന് തന്നെ രാവണന്റെ സന്ദേശം വിളിച്ചു പറഞ്ഞു. സന്ദേശം കേട്ടതും കോപിഷ്ഠരായ കവികൾ അവനെ ചാടിപ്പിടിച്ച് ഇടിക്കാൻ തുടങ്ങി. തൂവലുകൾ ഓരോന്നായി പറിക്കാനും തുനിഞ്ഞു. ഈ അവസരത്തിൽ രാമൻ്റെ സഹായത്തിനായി അവൻ നിലവിളി തുടങ്ങി. നിലവിളി കേട്ട ശ്രീരാമചന്ദ്രൻ ശുകനെ വെറുതെ വിടുവാൻ കൽപ്പിച്ചു. മാത്രമല്ല, ദൂതനെ നിഗ്രഹിക്കുക പാപമാണെന്നും ഓർമ്മിപ്പിച്ചു. രാവണന് കൊടുക്കാനുള്ള മറുപടി സന്ദേശം സുഗ്രീവൻ ഇപ്രകാരം നൽകി. ഹേ രാക്ഷസേശ്വര, അങ്ങ് എൻ്റെ സുഹൃത്തല്ല. ശ്രീരാമചന്ദ്രൻ്റെ ശത്രു എനിക്കും ശത്രു തന്നെയാണ്. അങ്ങയെ രാക്ഷസകുലത്തോടൊപ്പം ഞാൻ നശിപ്പിക്കുമെന്ന് അറിയിക്കട്ടെ. രാമനിൽ നിന്ന് നീ ഒരിക്കലും രക്ഷപ്പെടില്ല. ദേവാസുരന്മാർക്ക് പോലും അജയ്യനാണ് അദ്ദേഹം. ശുകൻ കപികളുടെ ഉപദ്രവങ്ങൾ സഹിക്കാനുള്ള കേൾപ്പില്ലാത്തതിനാൽ ഉടൻ തന്നെ അവിടെ നിന്നും മടങ്ങി. ഈ സമയം സമുദ്രത്തിൻ്റെ ഉത്തരതീരത്ത് മണൽപ്പരപ്പിൽ ദർഭ വിരിച്ച് ശ്രീരാമചന്ദ്രൻ സമുദ്രപ്രണാമത്തിന് തയ്യാറെടുത്തു. മഹാസാഗരത്തിന് അഭിമുഖമായി കിഴക്കോട്ട് തലവെച്ച് മഹാസാഗരത്തെ ഉപാസിച്ചുകൊണ്ട് കിടന്നു. ആ ദർഭ വിരിപ്പിൽ കിടന്നുകൊണ്ടുള്ള ഉപാസന 3 അഹോരാത്രങ്ങൾ പിന്നിട്ടു. എന്നാൽ സമുദ്രം വഴിയാം വിധം പൂജിക്കപ്പെട്ടിട്ടും പ്രത്യക്ഷനായില്ല. അക്ഷോഭ്യനായി കാണപ്പെട്ടിരുന്ന ശ്രീരാമചന്ദ്രൻ്റെ കൺകോണുകൾ കോപം കൊണ്ട് പതുക്കെ ചുവന്നു തുടങ്ങി. അദ്ദേഹം അരികത്ത് നിന്ന് പരിചരിച്ച് കൊണ്ടിരുന്ന ലക്ഷ്മണനോട് പറഞ്ഞു. അനുജ, കടലിൻ്റെ കുറുമ്പ് കാണൂ. ഇതുവരെ സ്വന്തം ശരീരം കാണിക്കാൻ തയ്യാറായിട്ടില്ല. ഉത്തമനായ പുരുഷനാണെങ്കിലേ മധുര ഭാഷണം കൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മുടെ സംയമനം തന്നെ ദൗർബല്യമായിരിക്കും സാഗരം കാണുന്നത്. നാമം കൊണ്ട് കീർത്തി നേടുവാനോ ശത്രുവിനെ കീഴ്പ്പെടുത്തുവാനോ കഴിയുകയില്ല. എൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഈ കടൽ ഇപ്പോൾ തിളച്ചു മറിയാത്തത്. ഈ അലയാഴിയെ കൊടും ശരം കൊണ്ട് ആവിയാക്കി മാറ്റും. പിന്നീട് ഇതൊരു മണൽക്കാടായിത്തീരും. ക്ഷമയുള്ള എന്നെ ഒന്നിനും കൊള്ളരുതാത്തവനായാണ് സമുദ്രം കാണുന്നത്. ലക്ഷ്മണ, ഞാണ് കെട്ടിയ വില്ലും നാഗതുല്യമായ ഉഗ്രബാണങ്ങളും കൊണ്ടുവരൂ. ഈ മഹാസാഗരത്തെ ഞാൻ വറ്റിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് കാകുത്സ്ഥൻ വില്ലും ശരവുമായി
അഗ്നിയെപ്പോലെ സാഗരതീരത്ത് നിലകൊണ്ടു. ആ വലിയ വില്ലിൻ്റെ ഞാണിൽ ചെറുതായൊന്ന് വലിച്ചു. ഭൂലോകമാകെ ഒന്നുലഞ്ഞു. പിന്നെ ക്രൂരബാണങ്ങൾ തുരുതുരേ സാഗരമധ്യത്തിലേക്ക് പാഞ്ഞു ചെന്നു. മത്സ്യങ്ങളും മുതലകളും ഞടുങ്ങി വിറകൊണ്ടു. കടൽ കോളിളക്കത്തിൽപ്പെട്ടു. കാറ്റ് സംഹാരതാണ്ഡവമാടി. തിരമാലകൾ ആകാശത്തോളമെത്തി. അല്പം കഴിഞ്ഞപ്പോൾ സാഗരം തന്നെ പുകയാൽ മൂടപ്പെട്ടു. കടലിലെ സർപ്പങ്ങളും രാക്ഷസരും പൊറുതിമുട്ടി. രഘുപതി വീണ്ടും ഞാണിൽ തൊട്ടപ്പോഴേക്കും ലക്ഷ്മണൻ ഓടിച്ചെന്ന് തടഞ്ഞു. കോപം കൊണ്ട് ധർമ്മത്തെ മറക്കരുതെന്ന് അപേക്ഷിച്ചു. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മർഷികൾ അരുതേ അരുതേ എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ശ്രീരാമചന്ദ്രൻ വില്ല് താഴെ വെച്ച് സാഗരത്തോട് പറഞ്ഞു, മഹാസാഗരമേ, നിന്നെ ഞാൻ പാതാളം വരെ വറ്റിക്കും. സർവ്വജീവജാലങ്ങളെയും നശിപ്പിച്ച് വെറും മണൽക്കാടാക്കി മാറ്റും. പിന്നെ വാനരസൈന്യം അക്കരയ്ക്ക് കാൽനടയായി പോകും. നദീശ്വര, എൻ്റെ ശക്തിയെയും പരാക്രമത്തെയും പരീക്ഷിക്കരുത്. പിന്നെ ഒരു ബാണമെടുത്ത് ഞാണിൽ തൊടുത്ത് ബ്രഹ്മാസ്ത്രമന്ത്രം ജപിച്ചു. ഞാൻ പിടിച്ചു വലിച്ചപ്പോൾ ആകാശവും ഭൂമിയും പിളർന്നതുപോലെയായി. സൂര്യൻ മറഞ്ഞു. ആകാശത്ത് എങ്ങും കൊള്ളിമീൻ നിറഞ്ഞു. ആകാശത്ത് നിന്ന് ഇടിത്തീ പുറപ്പെട്ടു. കൊടുങ്കാറ്റ് വീശി. മരങ്ങൾ കടപുഴകി വീണു. ജീവജാലങ്ങൾ അലമുറയിട്ടു. വെള്ളം 1 യോജന കരവിട്ട് പിന്മാറി. പിൻവാങ്ങി തുടങ്ങിയ സാഗരത്തെ ശ്രീരാമൻ പിന്നീട് ആക്രമിച്ചില്ല. പെട്ടെന്ന് വൻകടലിൽ നിന്ന് സാഗരം രൂപമാർന്ന് പ്രത്യക്ഷപ്പെട്ടു. ഉഗ്രനാഗങ്ങൾ അദ്ദേഹത്തിന് ഇരുപുറവുമായി നിലയുറപ്പിച്ചു. സർവാഭരണ വിഭൂഷിതനായി രത്നമാലയും വസ്ത്രങ്ങളും ധരിച്ച് തേജസ്സോടെ പ്രത്യക്ഷപ്പെട്ട സാഗരന് ചുറ്റും അലകളും നാഗങ്ങളും രാക്ഷസന്മാരും കാറിൻ നിരകളും സിന്ധുഗംഗ തുടങ്ങിയ മഹാനദികളും നിലകൊണ്ടു. ആ മഹാനുഭാവാൻ വില്ലേന്തി നിൽക്കുന്ന രാമചന്ദ്രനെ അഭിവാദ്യം ചെയ്തു പറഞ്ഞു, പ്രഭോ, അത്യഗാധവും അപാരവുമാണ് എൻ്റെ രൂപം. വിവിധങ്ങളായ ജീവികൾക്ക് ഞാൻ അഭയം നൽകുകയും ചെയ്യുന്നു. അതിനാൽ കരുണയുണ്ടാവണം. ജലധിയെ ഒരിക്കലും വറ്റിക്കരുത്. അങ്ങയ്ക്കായി എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. വാനരന്മാർക്ക് ലങ്കയിലേക്ക് കടക്കാനുള്ള മാർഗം ഞാൻ ഒരുക്കിക്കൊള്ളാം. ഇതു കേട്ട രാമചന്ദ്രൻ താൻ തൊടുത്ത ബ്രഹ്മാസ്ത്രത്തെ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. എൻ്റെ വടക്കുഭാഗത്തായി ദ്രുമകുല്യ എന്ന പേരിലുള്ള ഒരു സ്ഥലമുണ്ട്. ഭയങ്കരന്മാരും ഉഗ്രകർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവരുമായ ഒരു കൂട്ടം അവിടെ ഈ ജലത്തെ കുടിച്ചു വറ്റിക്കുകയാണ്. ആ പാപികളെ നശിപ്പിക്കാനായി ഈ പള്ളിയമ്പ് അവിടേക്ക് അയക്കുക. ആഴിയുടെ ഈ അപേക്ഷ കണക്കിലെടുത്ത് ആ സ്ഥലത്തേക്ക് തൻ്റെ ബാണത്തെ പായിച്ചു. രാമാശരം വീണ അവിടം പിന്നീട് മരുകാന്തരമെന്നറിയപ്പെട്ടു. അവിടെ ശരം വന്ന് തൊട്ട സ്ഥലത്ത് ഒരിക്കലും വറ്റാത്ത ഒരു സരസ് രൂപം കൊണ്ടു. സമുദ്രത്തെ വറ്റിച്ച ദശരഥാത്മജൻ മരുവിന് വരം നൽകുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവിടം ഐശ്വര്യസമ്പൂർണമായി. അനേകം ഗുണങ്ങൾ ഒത്തുചേർന്ന ഭൂപ്രദേശമായി തീർന്നു അവിടം. തുടർന്ന് സാഗരത്തിൻ്റെ അഭിപ്രായപ്രകാരം വിശ്വകർമാവിൻ്റെ പുത്രനായ നളൻ ബൃഹത്തായ ഒരു ചിറ കെട്ടാൻ തുടങ്ങി. ആ ചിറയെ താൻ വഹിക്കാം എന്ന് സാഗരം പറഞ്ഞു. സാഗരം പ്രത്യക്ഷമായി. സ്ഥലം ആഴമില്ലാതാക്കിയതോടെ നളൻ്റെ ദൗത്യം കുറച്ചുകൂടി എളുപ്പമായി. വിശ്വകർമാവിൻ്റെ പുത്രനായ നളൻ പ്രാപ്തിയുടെ കാര്യത്തിൽ പിതൃതുല്യനാണ്. സേതുബന്ധനത്തിന് കപിവരന്മാർ തയ്യാറായി. ആയിരക്കണക്കിന് വാനരന്മാർ വൻ കാടുകളിൽ കയറി മാമരങ്ങളെ വേരോടെ പിഴുതെടുത്ത് കടലിലെത്തിച്ചു. അവ സാഗരത്തിൽ നിരത്തി തുടങ്ങി. പാറയും ഗിരിശൃംഗങ്ങളും പറിച്ചെടുത്ത് കടലിൽ എറിഞ്ഞുകൊടുത്തു.
അപ്പോൾ ആകാശമൊട്ടെ ജലം ഉയർന്നു പൊങ്ങി. ഇതിനിടെ 100 യോജന നീളമുള്ള നൂലുണ്ടാക്കി നളൻ സാഗരമധ്യത്ത് വലിയൊരു ചിറയുണ്ടാക്കാൻ തുടങ്ങി. കപിവരന്മാർ കുറ്റിയടിച്ചും നൂല് പിടിച്ചും അദ്ദേഹത്തെ സഹായിച്ചു കൊണ്ടിരുന്നു. എവിടെ നോക്കിയാലും മരങ്ങളും ഗിരിശൃംഗങ്ങളുമായി ഓടുന്ന വാനരന്മാരെ മാത്രം കാണായി. ആദ്യ ദിവസം തന്നെ അവർ 14 യോജന ദൂരം ചിറകെട്ടിക്കഴിഞ്ഞു. 2-ാം ദിവസം 20 യോജനയും 3-ാം ദിവസം 21 യോജനയും 4-ാം ദിവസം 22 യോജനയും സേതുബന്ധനം നടത്തി. 5-ാം ദിവസം 23 യോജന ചിറകെട്ടി സമുദ്രത്തിൻ്റെ തെക്കേ കരയിലെത്തിച്ചു. ദേവഗന്ധർവന്മാർ ആകാശത്തു നിന്ന് ആ കാഴ്ച കണ്ട് സന്തുഷ്ടരായി. അത്ഭുതകരവും ദുഷ്കരവുമായ ഈ പ്രവൃത്തി ചെയ്ത നളനെ അവർ സ്തുതിച്ചു. നളസേതുവിന് 100 യോജന നീളവും 10 യോജന വീതിയും ഉണ്ടായിരുന്നു. അടക്കാൻ കഴിയാത്ത സന്തോഷത്താൽ വാനരന്മാർ തുള്ളിച്ചാടി. വാരിധി മധ്യത്തിലെ സീമന്തരേഖ പോലെ മഹാസേതു നീണ്ടു കിടന്നു. ആ സേതുവിലൂടെ അനേകായിരം വാനരന്മാർ ലങ്കയിലേക്ക് യാത്രയായി. ഹനുമാന്റെ ചുമലിലേറി ശ്രീരാമനും അംഗദന്റെ ചുമലിലേറി ലക്ഷ്മണനും ആകാശമാർഗേണ ലങ്കയിലേക്ക് തിരിച്ചു. ഗരുഡതുല്യരായ കപികൾ അവരോടൊപ്പം യാത്രയായി. ആകാശത്തു നിന്ന് മഹർഷിമാരും ദേവന്മാരും ശ്രീരാമചന്ദ്രൻ ശത്രുക്കളെ ജയിച്ച് ഭൂമിയെ രക്ഷിക്കട്ടെ എന്നാശംസിച്ചു. എല്ലാ ശകുനങ്ങളെയും അറിയുന്ന ദശരഥ നന്ദനൻ ഭൂമി നിറഞ്ഞു നിൽക്കുന്ന അശുഭലക്ഷണങ്ങളെ മനസ്സിലാക്കി. നോക്കൂ ലക്ഷ്മണ, സൈന്യത്തെ വിഭജിച്ച് അണിനിരത്തണം. പാരിടം നിറയെ അശുഭലക്ഷണങ്ങൾ കാണുന്നില്ലേ? ഭൂമി കുലുങ്ങുന്നു, മേഘങ്ങൾ ഇടിമുഴക്കുന്നു, ഇടയ്ക്കിടെ രക്തത്തുള്ളികൾ പെയ്യുന്നു. സന്ധ്യയ്ക്ക് ഘോരമായ രൂപമാണുള്ളത്. പക്ഷിമൃഗാദികൾ സൂര്യനെ പേടിയോടെ നോക്കി നിലവിളിക്കുന്നു. സൂര്യബിംബത്തിൽ കറുത്ത മറുകുകൾ കാണുന്നു. കാക്കയും പരുന്തും ഭൂമിയിൽ നിന്ന് അധികം ഉയരുന്നില്ല. കുറുക്കന്മാർ ദുർനിമിത്തമായി ഓലിയിടുകയാണ്. ഘോരമായ ഏറ്റുമുട്ടലിൽ മാംസവും രക്തവും ഭൂമിയെ മലീമസമാക്കുമെന്നതിൻ്റെ സൂചനയാണിത്. നമുക്ക് ഉടൻ തന്നെ ലങ്കാ നഗരിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. സൈന്യങ്ങളെ അവിടെ അണിനിരത്തണം. ഇത്രയും പറഞ്ഞ ഉടനെ രഘുപതി ലങ്കയിലേക്ക് എഴുന്നള്ളി തുടങ്ങി. ആരോടും ഏറ്റുമുട്ടുവാൻ തയ്യാറായിക്കൊണ്ട് ലങ്കാധിപതിയെ വിഭീഷണൻ രാമനൊപ്പം ഉണ്ട്. ലങ്കാധിപതിയായ വിഭീഷണൻ രാമനൊപ്പം ഉണ്ട്. അടുത്ത ഭാഗം ശുകസാരണ പ്രേഷണം. ശരത്കാലത്തെ പൂർണ്ണചന്ദ്രനെ പോലെ രാമചന്ദ്രൻ്റെ സൈനിക വ്യൂഹം സമുദ്രതീരത്ത് പ്രശോഭിച്ചു. ഈ സമയം ഭേരിയോടുകൂടിയ ആർപ്പുവിളികൾ ലങ്കാപുരിയിൽ നിന്നു കേട്ടു തുടങ്ങി. അത് കേട്ടതോടെ മത്തുപിടിച്ച കപിവരന്മാർ അലറി വിളിച്ചു. അത്യുഗ്രമായ ആ ഗർജനം കേട്ട് രാക്ഷസന്മാർ ഞടുങ്ങി. മനോഹരമായ ലങ്കാനഗരിയെ രഘുപതി നോക്കിക്കണ്ടു. അതോടൊപ്പം പ്രിയതമയെക്കുറിച്ചുള്ള ചിന്ത ആ മഹാനുഭാവനെ അലട്ടി തുടങ്ങുകയും ചെയ്തു. ദേവിയെ ഇവിടെയാണല്ലോ ഘോര രാക്ഷസന്മാർ തടവിൽ വെച്ചിരിക്കുന്നത്. ബ്രഹ്മാവ് മനസ്സുകൊണ്ട് നിർമ്മിച്ച പോലെ അഴകഴുന്നതായി തോന്നി രാമചന്ദ്രന് ലങ്കാപുരി. ഭൂമിയാകട്ടെ ചൈത്രരഥം പോലെ ശോഭിക്കുകയും ചെയ്യുന്നു. സൈന്യത്തെ ശാസ്ത്രാനുസൃതമായി വിന്യസിക്കാൻ ശ്രീരാമചന്ദ്രന് കൽപ്പന കൊടുത്തു. അജയ്യനായ അംഗദ യുവരാജാവ് നീലനൊത്ത് പടയുടെ നടുക്ക് നിലകൊള്ളണം. ഋഷഭൻ കപിവരന്മാരാൽ ചുറ്റപ്പെട്ട് വ്യൂഹത്തിൻ്റെ വലതുഭാഗം കാക്കണം. ഗന്ധമാദനൻ ആണ് സേനയുടെ ഇടതുഭാഗം കാക്കേണ്ടത്. ഏറ്റവും മുന്നിൽ ലക്ഷ്മണനോട് ചേർന്ന് ഞാനുണ്ടാവും. വൃക്ഷപ്രഭുക്കന്മാരായ ജാംബവാൻ, സുഷേണൻ, വേഗദർശി എന്നിവർ മധ്യഭാഗവും സുഗ്രീവൻ പിൻഭാഗവും കാക്കണം. സേനയെ പിന്നീട് വലിയ വലിയ വ്യൂഹങ്ങളാക്കി ഭാഗിച്ചു. യുദ്ധക്കൊതി മൂത്ത വാനരന്മാർ ലങ്കയിലേക്ക് കടക്കാൻ മലകളും മാമരങ്ങളും പൊക്കിപ്പിടിച്ച് നിലയുറപ്പിച്ചു. അതിനുശേഷം രാമൻ അസ്വതന്ത്രനായി കൊണ്ടുവരപ്പെട്ട
ശുകനെ തിരിച്ചയക്കാൻ കൽപ്പന നൽകി. സുഗ്രീവൻ ദൂതനായ ശുകനെ ഉടൻ തന്നെ സ്വതന്ത്രനാക്കി. ഒട്ടും സമയം പാഴാക്കാതെ ശുകൻ രാവണ സന്നിധിയിലെത്തി. ചിറക് പിടിച്ചു കെട്ടിയ നിലയിൽ കാണപ്പെട്ട ശുകനെ കണ്ട് രാവണൻ അമ്പരന്നു. സംഭ്രമത്തോടെ ശുകൻ നടന്ന സംഭവങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. രാജേശ്വര, അങ്ങയുടെ സന്ദേശം പറഞ്ഞതും വാനരന്മാർ എന്നെ ചാടിപ്പിടിച്ച് മർദ്ദിക്കുകയും ചിറക് പറിക്കുകയും ചെയ്തു. എന്നെ ബന്ധനസ്ഥനായി പിടിച്ചു. രാമൻ സുഗ്രീവനുമൊത്ത് ലങ്കയിൽ എത്തിക്കഴിഞ്ഞു. 1000 വാനരന്മാരും വൃക്ഷങ്ങളും അവരുടെ കൂടെയുണ്ട്. ആ വാനരന്മാർ ലങ്കാപുരിയിൽ കടക്കും മുമ്പ് അവിടുന്ന് വേണ്ടത് ചെയ്യണം. ഒന്നുകിൽ സീതയെ അവർക്ക് നൽകണം, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകണം. ഇത് കേട്ട് രാവണൻ അലറി. ദേവഗന്ധർവന്മാർ ഒന്നിച്ച് വന്നടരാടിയാൽ പോലും സീതയെ ഞാൻ മടക്കി നൽകില്ല. എൻ്റെ ആവനാഴിയിലെ മുഴുവൻ അമ്പുകളും രാമനെ പൊതിയാൻ പോവുകയാണ്. എൻ്റെ ശക്തി അറിയാത്തതുകൊണ്ടാണ് രാമൻ യുദ്ധത്തിന് വരുന്നത് തന്നെ. എന്നിട്ട് മന്ത്രിമാരായ ശുകനെയും സാരണനെയും വിളിച്ച് വാനരപ്പടയുടെ ശക്തിയും എണ്ണവും അറിഞ്ഞു വരാൻ കൽപ്പിച്ചു. ഈ മഹാസേതു ആരാണ് നിർമ്മിച്ചത്? രാമൻ്റെ ആയുധബലം, ലക്ഷ്മണൻ്റെ ശക്തി എന്താണ് തുടങ്ങിയ വിവരങ്ങളും അറിഞ്ഞു വരേണ്ടതാണ്. വാനരവേഷം ധരിച്ച് ഇരുവരും സൈന്യത്തിലേക്ക് കടന്നു. ആ വൻ പട കണ്ടവർ അമ്പരന്നുപോയി. അവരെ ഊഹത്തിൽ പോലും എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. പർവ്വതങ്ങളിലും ഗുഹകളിലും ഉദ്യാനങ്ങളിലും സാഗരതീരത്തും കണ്ണെത്തുന്ന എല്ലാ ദിക്കിലും വാനരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബുദ്ധിമാനും തേജസ്വിയുമായ വിഭീഷണൻ ഈ കൃത്രിമ വാനരവേഷധാരിയെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവരെ രാമചന്ദ്രൻ്റെ മുന്നിൽ ഹാജരാക്കി. രാവണൻ്റെ മന്ത്രിമാരായ ശുകനും സാരണനുമാണ് അവരെന്നും ചാരന്മാരായി പടയിൽ കടന്നുകൂടിയതാണെന്നും പറഞ്ഞുകൊടുത്തു. അവരോട് ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, വാനരസേനയെ മുഴുവൻ കണ്ടുവെങ്കിൽ രാവണ സവിധത്തിലേക്ക് മടങ്ങിക്കൊള്ളുക. കണ്ടു കഴിഞ്ഞില്ലെങ്കിൽ വിഭീഷണൻ എല്ലായിടത്തും കൊണ്ടുചെന്ന് കാണിച്ചു തരും. ചാരനായി വന്ന് പിടികൊടുത്തതിൽ ഒട്ടും ഭയപ്പെടേണ്ട. നിരായുധരായ ഇവരെ വെറുതെ വിടുക. അരമനയിൽ ചെന്ന് ലങ്കാധിപതിയായ വിഭീഷണൻ്റെ ജ്യേഷ്ഠനോട് ഞാൻ പറയും പോലെ പറയുക. രാവണ, എന്ത് ധൈര്യത്തിലാണോ സീതയെ അപഹരിച്ചത്, ആ ധൈര്യവും ശക്തിയും സർവ്വസൈന്യത്തോടും ഒത്തുചേർന്ന് കാണിക്കണം. നാളെ രാവിലെ ലങ്കയെയും രാക്ഷസപ്പടയെയും ഞാൻ ക്രോധത്താൽ നശിപ്പിക്കും. ഇത്രയും പറഞ്ഞ് ആ ചാരന്മാരെ വിട്ടയച്ചു. അവരാകട്ടെ ലങ്കേശ്വരനോട് ഇങ്ങനെ പറഞ്ഞു, മഹാരാജൻ വിഭീഷണൻ ഞങ്ങളെ തിരിച്ചറിഞ്ഞു. മഹാപരാക്രമികളായ 4 പേരാണ് അവരിലുള്ളത്. രാമലക്ഷ്മണന്മാർ, വിഭീഷണൻ, സുഗ്രീവൻ എന്നിവരാണവർ. അവർക്ക് മാത്രം ലങ്കാരാജ്യത്തെ ഒന്നോടെ എടുത്തെറിയുവാനുള്ള കരുത്തുണ്ട്. ബാക്കിയുള്ളവർ ഒന്നും ചെയ്യേണ്ടതായില്ല. രാമൻ തന്നെ മതിയാവും ഒരുപക്ഷെ ഈ കൃത്യം ചെയ്യാൻ. അവരോട് എതിരിടാൻ ഇന്ദ്രനോട് കൂടിയ ദേവന്മാർക്ക് പോലും കഴിയില്ല. പ്രഭോ, അവരോട് രമ്യമായിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അയോധ്യയിലെ രാജകുമാരന് സീതയെ മടക്കി നൽകണം. അടുത്ത ഭാഗം വാനര പ്രദർശനം. സാരണൻ്റെ അഭിപ്രായം കേട്ട രാവണൻ ക്രുദ്ധനായി. വാനരന്മാരുടെ ഉപദ്രവം പേടിച്ചാണ് സാരണൻ സീതയെ മടക്കി കൊടുക്കുവാൻ പറഞ്ഞത് എന്നാണ് ആ രാക്ഷസ ചക്രവർത്തി കരുതിയത്. ദേഷ്യം നുരഞ്ഞു പൊന്തിയ രാവണൻ അവിടെ ഉള്ളതിൽ ഏറ്റവും ഉയർന്നു കണ്ട മണിമേടയുടെ മുകളിലേക്ക് കയറി. വിശ്വസ്തരായ ചാരന്മാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ വാനരപ്പടയുടെ ഏകദേശ രൂപം മനസ്സിലാകും എന്ന് രാവണൻ കണക്കുകൂട്ടി. എണ്ണിയാലൊടുങ്ങാത്ത വാനരസേന രാവണൻ്റെ കണ്ണിൽപ്പെട്ടു. ആ വാനരപ്പടയിൽ അത്യുത്സാഹത്തോടെ നിൽക്കുന്നവരാരെല്ലാമാണെന്ന് സാരണനോട് രാക്ഷസേശ്വരൻ ചോദിച്ചു. വാനരശ്രേഷ്ഠൻ
ആരെല്ലാമാണെന്ന് അയാൾ പറഞ്ഞു കൊടുത്തു. പ്രഭോ, ലങ്കാപുരി നോക്കി അലറി വിളിക്കുന്ന ആയിരക്കണക്കിന് കവികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നവനാണ് സുഗ്രീവൻ്റെ സേനാനായകനായ നീലൻ. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും.